ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ജെറൂസലേം എന്ന നഗരം വിട്ടു പോകരുത്. എന്താണാവോ ജെറൂസലേമിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് പറന്നിറങ്ങും. നീ എവിടെയാണോ കരഞ്ഞത്, നീ എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. നമ്മുടെ ആത്മീയ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നയിക്കണം, എങ്ങനെ ആയിരിക്കണം എൻ്റെ മുമ്പോട്ടുള്ള ജീവിത വഴികൾ? ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും പഠിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഇനി എങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമ്മൾ എടുത്തു വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ദൈവവചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. ബൈബിളും തുറന്നേ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. ബൈബിൾ തുറക്കുന്നു, ഉച്ചത്തിൽ വായിച്ചോണേ. ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. ബൈബിൾ ഇല്ലാത്തവര് ശ്രദ്ധിച്ച് ഈ വചനം കേട്ടോണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാ നമ്മൾ പഠിക്കാൻ പോവാണ്. വായിച്ചോളൂ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറയാലോ. അപ്പസ്തോല പ്രവർത്തനം ഉച്ചത്തിൽ പറഞ്ഞേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ ആരോടാ പറഞ്ഞേ? ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഇൻ ജെറൂസലേം. നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എവിടെ വിട്ടു പോകരുത്? ജെറൂസലേം വിട്ടു പോകരുത്. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്. പിതാവിൽ നിന്നും വരുന്ന ഞാൻ പറഞ്ഞ വാഗ്ദാനം അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് വേണ്ടി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കൈ പിടിച്ചോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എവിടം വിട്ടുപോകരുത്? ജെറൂസലേം വിട്ടുപോകരുത്. ജെറൂസലേം വിട്ടുപോകരുത്. അതെന്താ കാരണം? നിങ്ങൾ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ജെറൂസലേം എന്ന നഗരം വിട്ടു പോകരുത്. എന്താണാവോ ജെറൂസലേമിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകത? അറിയാവുന്നൊക്കെ പറഞ്ഞേ. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ജെറൂസലേം. ഈ ജെറൂസലേം ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവികമായ അന്തരീക്ഷം വിട്ടു പോകരുതെന്ന വാഗ്ദാനമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇവിടെ ഈശോ പറയുമ്പോൾ ഈ ജെറൂസലേം എന്ന മണ്ണിൽ ചില കാര്യങ്ങൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. എന്താ നടന്നത്? അവിടെ ഈശോ സഹിച്ചു, കുരിശും ചുമന്നു കൊണ്ടുപോയി. ഈശോ കുരിശിൽ മരിച്ച ഇടമാണ് ജെറൂസലേം എന്ന് പറഞ്ഞാൽ സഹനത്തിന്റെ മണ്ണാണ്, കണ്ണുനീരിന്റെ മണ്ണാണ്. സോ
ഈ മണ്ണ് വിട്ടു പോകരുത്, നീ സഹിച്ച ഈ മണ്ണ് വിട്ടു പോകരുത്, കണ്ണുനീര് നിറഞ്ഞ് ഈ സ്ഥലം വിട്ട് ഓടിപ്പോകരുത്. നമ്മുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? എവിടെ സഹനമുണ്ടോ അപ്പൊ അവിടെ വിട്ടുപൊക്കളയും, എവിടെ കണ്ണീരുണ്ടോ അപ്പൊ അവിടെ വിട്ടുപൊക്കളയും. അതൊരു മാനുഷികമായ സഹജമായ വാസനയാണ്. ഈശോ പറയുന്നത് എന്താണെന്നറിയാവോ? അങ്ങനെ ഓടരുത്. കാരണം നീ ഇങ്ങനെ സഹിച്ച ഈ മണ്ണിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് പറന്നിറങ്ങും. നാളുകൾക്ക് ശേഷം ഈ വചനം പിന്നീട് സംഭവിച്ചു. എങ്ങനെ? പന്തക്കുസ്താ ദിനത്തില് അവര് പ്രാർത്ഥിച്ച ആ മണ്ണിലേക്ക് ഒരു കാറ്റടിച്ചു. അതായത് സഹിച്ച മണ്ണിൽ, കണ്ണുനീര് നിറഞ്ഞ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറന്നിറങ്ങും. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നീ സഹിക്കുന്നുണ്ടെങ്കിൽ നീ എവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം? അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. സഹിക്കുന്ന നിന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ ആര് പ്രവർത്തിക്കും? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടിപ്പോകരുത്, ഇട്ടിട്ട് പോകരുത്, ഇട്ടിട്ട് പോകരുത്. ഇപ്പൊ ഒരു സ്ത്രീ സഹിക്കുന്നത് ഭർത്താവിൽ നിന്നാണെന്ന് കരുതുക. സ്വാഭാവികമായ വാസന എന്താണ്? കുറെ നാള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു. ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇയാളുടെ ഈ സ്വഭാവ രീതികളോട് എനിക്ക് ചേരാൻ ഇഷ്ടമില്ല. ഓടിപ്പോകരുത്, ഇട്ടിട്ട് പോകരുത്. ഇത് ഭാര്യമാര് മാത്രമല്ല, ഇവിടെ ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. ഇട്ടിട്ട് പോകരുത്. കാരണം എന്താണെന്നറിയാവോ? നീ സഹിച്ച, നീ കണ്ണുനീര് കുടിച്ച ആ മണ്ണിൽ തന്നെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. വിശ്വസിക്കുന്നവർ വലതകര ഉയർത്തൊച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എവിടെയാണോ സഹിച്ചത്, നീ എവിടെയാണോ കരഞ്ഞത്, നീ എവിടെയാണോ ഒറ്റപ്പെട്ടത്, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നീ കരഞ്ഞ ആ സ്ഥലത്ത് തന്നെ, നീ ഒറ്റപ്പെട്ട, അവഗണിക്കപ്പെട്ട, നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട, അപമാനിക്കപ്പെട്ട അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് ഈ ശുശ്രൂഷ സമയത്ത് അങ്ങോട്ട് ഏറ്റെടുത്തോ. ഏതെങ്കിലും തരത്തിൽ അവഗണനയും ഒറ്റപ്പെടലും അപമാനവും ഉറക്കമില്ലായ്മയും ഭാരവും കണ്ണുനീരും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടെ തന്നെ മുറുകെ പിടിച്ചു നിന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നീ അനുഭവിക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ, 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 ആമേൻ. ഇനി ശ്രദ്ധിച്ചേ, ഈശോ ശിഷ്യന്മാരോട് കൊച്ചുവർത്തമാനം പറഞ്ഞു എന്നല്ല, ഈശോ അവരോട് കൽപ്പിച്ചു എന്നാണ്. ഈശോ എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഒരു ഓർഡറാണ്, വേറെ വഴികളൊന്നുമില്ല, ഇത് ചെയ്തേ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന നമ്മള് ഈ ശിഷ്യന്മാരുടെ അവസ്ഥയിലാണ്. നമുക്കും വേറെ വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ ഇങ്ങ് ചേർത്ത് പിടിക്കണം. പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ചിന്തകളെയും എടുത്തു മാറ്റട്ടെ. എല്ലാ തിന്മയുടെ ചിന്തകളെയും നിർവീര്യമാകട്ടെ. അനുഭവങ്ങളെ പരിശുദ്ധാത്മാ വിശുദ്ധീകരിക്കട്ടെ. വ്യക്തികളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. ഓർമ്മകളെ പരിശുദ്ധാത്മാ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സ്വഭാവ രീതികൾ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ പരിശുദ്ധാത്മാ ബലപ്പെടുത്തട്ടെ. ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് ചൊരിയണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കട്ടെ. ശക്തി, ബലം, അഭിഷേകം. യെസ്, കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് ഓരോ വ്യക്തിയും സ്വീകരിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മ ശക്തി അനേകരിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം ഇതാ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. അനേക രോഗികളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. മനസ്സിന്റെ മുറിവുകളെ കർത്താവ് ഉണക്കുന്നു. വിശ്വസിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പാവനാത്മാവേ, ആമേൻ,
ആമേൻ ആമേൻ. പ്രാവിൻ രൂപത്തിൽ പാവനാത്മാവേ യെസ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചാടിത്തുള്ളേ. ആമേൻ. കവിയണമേ പഠിക്കേ പഠിക്കേ. നിറയണമേ കവിയണമേ നവേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ആവർത്തിച്ച് നിറയണമേ കവിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഭാരം പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. എല്ലാ സങ്കടങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം പരിശുദ്ധാത്മാവ് സമ്മാനിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ഒരു ദൈവശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. റുഹ 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 റുഹ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. ലംബാരിയ റുഹ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ആമേൻ. അത്ഭുതകരമായ കൃപ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കുക. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ കുറവുകളെ അനുഗ്രഹമാക്കി മാറ്റുന്നവനെ, എന്റെ ബലഹീനതകള് നിറവാക്കി മാറ്റുന്നവനെ, എന്നെ അറിയുന്നവനെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത നിയോഗങ്ങളെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പത്രോസിനെ ബലപ്പെടുത്തിയ കർത്താവ് എന്നെയും അനുഗ്രഹിക്കും. വിശ്വസിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കുക. അനേക ബലഹീനതകളുടെ നടുവിൽ പത്രോസ് ബലം പ്രാപിച്ചത് പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ്. തള്ളിപ്പറഞ്ഞ പത്രോസ്, എടുത്തുചാട്ടക്കാരനായ പത്രോസ്, ഒരു രാത്രി പോലും യേശുവിന്റെ കൂടെ ഇരുന്ന് ഉറങ്ങാൻ തയ്യാറാവാതെ ഉറങ്ങിപ്പോയ പത്രോസ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും കുറവുകളുണ്ട്, മടുപ്പുണ്ട്, പരാതിയുണ്ട്, പരിഭവങ്ങളുണ്ട്. അതെല്ലാം ഒരു പന്തക്കുസ്ത അഭിഷേകത്തിനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഈ സമയത്ത് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പത്രോസ് കൈപിടിച്ച് ഉയർത്തിയതുപോലെ നിന്റെ വീട്ടിലും ആരെയെങ്കിലും കൈപിടിച്ച് ഉയർത്താനുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ആശീർവാദം അവർക്കു വേണ്ടിയും കൂടെ സ്വീകരിക്കുക. ആരാധന